അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനെന്നും സൂറത്ത് എടുക്കുന്നില്ല, ഒരു വിഷയം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഒന്ന്, അതിന്ന് തന്നെ പറയണം. ഇന്ന് ജമാദുൽ ആഖിർ 28 അല്ലെങ്കിൽ 29. അതൊന്ന് കൃത്യമാക്കണം, നോക്കിയിട്ടൊന്ന് കൃത്യമാക്കണം. അപ്പോൾ ഈ 2-3 ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹ ദുആ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 രാത്രികളുണ്ട്, ആ രാത്രികളിൽ ഒരിക്കലും ദുആ തട്ടിക്കളയുകയില്ല എന്നാണ്. 5 രാത്രിയുണ്ട്, ആ രാത്രികളിൽ ഒരു കാരണവശാലും അള്ളാഹു ദുആ തട്ടിക്കളയുകയില്ല. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹ ദുആ എന്നാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖംസു ലയാലിൻ 5 രാത്രികളുണ്ട്. അവിടെ ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹ ദുആ ദുആഉൻ. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹ ദുആഉൻ. അവ്വലു ലൈലത്തിൻ മിൻ റജബ് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ വകുല്ലു ലയാലിൽ ജുമുഅ വലൈലത്തു ഈദുൽ ഫിത്ർ വലൈലത്തു ഈദിൽ അദ്ഹ. പുണ്യ റസൂൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫിഹാ ദുആഉൻ, ഒരു ദുആയും തട്ടൂല. ഖംസു ലയാലിൻ 5 രാത്രികളുണ്ട്, ലാ യുറദ്ദു ഫിഹാ ദുആഉൻ, ആ 5 രാത്രിയിൽ ഒരു ദുആവും അള്ളാഹു തട്ടിക്കളയുകയില്ല. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? 5 രാത്രികളുണ്ട്, ആ രാത്രികളിൽ ഒരു ദുആവും അള്ളാഹു തആല തട്ടൂല. ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങോട്ട് നോക്കേ. ഈ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, മാലം യദ്ഉ ബി ഇസ്മിൻ, കുറ്റം കൊണ്ട് ദ്വാർക്കാതിരുന്നാൽ മാത്രം മതിയാവും. ഉദാഹരണം, എൻ്റെ അയൽവാസി നശിച്ചു പോട്ടെ, എൻ്റെ ഇന്നാലിന്ന ആൾക്ക് എന്തിനു പറ്റട്ടെ, അല്ലെങ്കിൽ എൻ്റെ ശത്രു ഇന്നാലിന്ന ആൾ എൻ്റെ സൂയക്കാരനാണ് പോയിക്കോട്ടെ, ഇങ്ങനെ പറയാതിരുന്നാൽ മതിയോ? മാലം യദ്ഉ ബി ഇസ്മിൻ വഖതിഅത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്ന വിഷയത്തിലോ കുറ്റകരമായ വിഷയത്തിലോ പ്രാർത്ഥിക്കാതിരുന്നാൽ മതിയോ? എനിക്ക് കള്ളുടിക്കാൻ കഴിയട്ടെ, അഴിമതി നടത്താൻ കഴിയട്ടെ, ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ കുറ്റത്തിൻ്റെ ദുആയാണ്. അതോ അല്ലെങ്കിൽ ഖതിഅത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുക, മനസ്സിലായില്ലേ? അത്തരം ദുആ ചെയ്യാതിരുന്നാൽ മതിയാവും. അല്ലാത്ത കാലത്തോളം ലാ യുറദ്ദു ഫിഹാ ദുആഉൻ, ഭാഷയുടെ ശൈലി അനുസരിച്ച് അർത്ഥം ഒരു ദുആവും തട്ടൂല എന്നാണ്. ഏതെങ്കിലും ഒരു ദുആ സ്വീകരിക്കും എന്നല്ല, ആ ഭാഷയുടെ ശൈലി, ആ ഭാഷയൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഗ്രാമറിൽ ഇങ്ങനെയാണ്, ലാ യുറദ്ദു ഫിഹാ ദുആഉൻ, ലാ യുറദ്ദു ഫിഹാ ദുആഉൻ. അദ്ദുആ എന്ന് പറയുന്നതും ദുആഉൻ എന്ന് പറയുന്നിടത്തും വ്യാപ്തി ദുആ എന്ന് പറയുന്നതിനായിരിക്കും. ലാ യുറദ്ദു ഫിഹാ ദുആ അത്ര മനസ്സിലായിക്കോളൂ. അലിഫ്ലാം ഇല്ലാതെ പറയാം, അലിഫ്ലാം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അലിഫ്ലാമിൻ്റെ ഫ്രെയിമിൽ നിൽക്കാതെ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിന് വ്യാപകമായ അർത്ഥമാണ്. മാ ജാഅനി റജുലുൻ, മാ ജാഅനി റജുൽ, രണ്ടർത്ഥം. മാ ജാഅനി റജുൽ എന്ന് പറഞ്ഞാൽ അപ്പറഞ്ഞ ആളിൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നർത്ഥം. മാ ജാഅനി റജുൽ എന്ന് പറഞ്ഞാലോ ഒരാളിൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്നതുപോലെ. അപ്പം ലാ യുറദ്, മനസ്സിലായില്ലേ? എന്നതുപോലെ ഗ്രാമറിനെ ചെറുതാക്കി പറഞ്ഞതാണ്. ലാ യുറദ് 5 രാത്രികളുണ്ട്, ആ രാത്രികളിൽ ഒരു ദുആ, ലാ യുറദ്ദു ഫിഹാ ദുആഉൻ, ഒരു ദുആയും ആ 5 രാത്രികളിൽ തട്ടിക്കളയുകയില്ല. ഒന്ന് അവ്വലു ലൈലത്തി മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രിയാണ്.
റജബിലെ ആദ്യത്തെ രാത്രി. ഒന്ന് കാര്യമായി ദ്വാർന്നോളി എല്ലാവരും. എനിക്കും വേണ്ടിയും ദ്വാരക്ക്, നിങ്ങൾക്കും വേണ്ടി ഞാനും ദ്വാരക്ക്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. കാര്യമായി ഒന്ന് ദ്വാ ചെയ്യുക എല്ലാവരും. ദുന്യാവല്ല ആഖിറം. ദുന്യാവ് വേണ്ട എന്നല്ല, ദുന്യാവിൽ പ്രയാസമില്ലാത്തൊരു ദുന്യാവ് അള്ളാഹു നമുക്ക് തരട്ടെ. ആഖിറത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പ്രയാസമില്ലാത്ത ദുന്യാവ്. ഞാൻ എന്നാണ് പറഞ്ഞാൽ വായിച്ച് മാത്രമേ ഉള്ളൂ ദുന്യാവ്. ദുന്യാവിന് അതിനപ്പുറത്തൊരു വിലയുമില്ല. പൈസയും കാര്യമൊക്കെ വേണം. നമുക്ക് വേണ്ട ഒരു കുപ്പായം തുണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. ചെരുപ്പ് വേണം, കുപ്പായം വേണം, കുട വേണം, വണ്ടി വേണം, വീട് വേണം. അള്ളാഹു അതിലൊക്കെ കറണ്ട് ബില്ലും കാര്യമൊക്കെ കൃത്യമായി അടക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരാം. അത്രയ്ക്കത്തെ ദുനിയാവിന് അർത്ഥമുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ ദുനിയാവിന് ഒരർത്ഥമില്ല, വിലയില്ല, ഒരു ഖൈറുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതല്ല ഖൈറുമില്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ എന്തും നിങ്ങൾ ചോദിച്ചോളൂ. എന്തും ദുനിയാവിലെ ഏത് കാര്യവും എന്തും ഒരു ഹദീസിൽ അങ്ങനെയാണ്. ഈ രാത്രികളിൽ അവൻ ദുആ ചെയ്യട്ടെ ബിമാ ശാഅ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ. ദുനിയാവിന്റെ വിഷയത്തിലോ ആഖിറത്തിന്റെ വിഷയത്തിലോ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ദുആ ചെയ്തോട്ടെ. ഈ 5 രാത്രികളിൽ ഒരിക്കലും അല്ലാഹു ദുആ തട്ടുകയില്ല. ഒന്ന് അവ്വലു ലൈലത്തി മിൻ റജബാണ്, റജബിലെ ആദ്യത്തെ രാത്രി. അത് ഒന്ന് കൃത്യാക്കിക്കൊള്ളൂട്ടോ. ഞാനത് ഇന്ന് 28 അല്ലെങ്കിൽ 28 28 ഇനി വേണമെങ്കിൽ കാതിരോടൊന്ന് വിളിച്ചു വെച്ചാലും അറിയും. കാതി നമ്പർ ഉണ്ടാ? ഒന്ന് വിളിച്ചോക്കെ മോനെ. അങ്ങനെ ക്ലാസ് എടുക്കാം. റജബിൻ്റെ പ്രാധാന്യം പറയാം. അപ്പോൾ ഇത് എത്രയാണെന്ന് ചോദിച്ചു നോക്കി. അങ്ങനെ വരുമ്പോൾ നോക്കിട്ടാ നോക്കി കുട്ടികളെ അന്ന് കൃത്യമായി കളി 20. അപ്പം അവനെ 2 അവസ്ഥ വരും. എങ്ങനെ? അപ്പം ഞാൻ 28 ഇന്ന് നോക്കാം. എന്നാൽ തന്നെ 2 ദിവസം ദ്വാരക്കൽ നല്ലതാണ്. എന്തുകൊണ്ട്? ഇപ്പം നാളെ ഇന്ന് 29 ആവാം. നാളെ ശെക്കിൻ്റെ രാത്രിയാണ്. അപ്പം നാളെ രാത്രി പരിഗണിക്കേണ്ടി വരും. മറ്റന്നാൾ. കാരണം പത്രവാർത്ത മറ്റേ മാസോർപ്പിച്ചൊക്കെ വരുമ്പോൾ എന്ത് കഴിഞ്ഞു? കാരണം ഇതെന്താണ്? 1-ാം ദിവസം. മനസ്സിലായില്ല? 10-ാം ദിവസമോ 15-ാം ദിവസമോ ആണെങ്കിൽ മാസം ഉറപ്പിച്ച് മതി എന്ന് വിചാരിക്കാം. മറ്റേ മാസം ഉറപ്പിച്ച പത്രവാർത്ത കിട്ടുമ്പോഴത്തിന് രാത്രി കഴിഞ്ഞു പോയി അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. അതോട് വളരെ ശ്രദ്ധിക്കുക. ഈ 2 ദിവസം ഒന്ന് പരിഗണിക്കുക. 28 ആണെങ്കിൽ നാളെ ഇന്നത്തെ രാത്രി വേണ്ട. ഇന്നത്തെ രാത്രി അല്ല പറഞ്ഞ രാത്രി. ഇന്ന് 28 ആണെങ്കിൽ ഈ വരുന്ന രാത്രി 29 രാത്രിയാണ്. ഇന്ന് 28 ആണെങ്കിൽ നാളെ അസ്തമിച്ച രാത്രിയും മറ്റന്നാൾ അസ്തമിച്ച രാത്രിയും 2 ദിവസം ഒന്ന് പരിഗണിക്കുക. ഭയങ്കര പതിലാണ്, ഭയങ്കര. ഈ ഹദീസിൽ ആദ്യത്തേത് ഈ വാക്കാണ്. ഈ ഹദീസിൽ ആദ്യത്തെ ഈ വാക്ക അവ്വലു ലൈലത്തി മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രി. ഈ റജബിന്റെ പ്രത്യേകത എന്താണെന്നറിയാം കുട്ടികളെ? റജബിന്റെ പ്രത്യേകത ഇന്ന് 27. അൽഹംദുലില്ലാ. ഇന്ന് 27. ഓക്കെ, അൽഹംദുലില്ലാ. നന്ദിയിൽ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. ഖദീറത്തിൻ്റെ ഉള്ള വിവരം കൃത്യമായിരിക്കും. അപ്പോൾ ഇന്ന് 27. ഇന്ന് 27 ആകുമ്പോൾ തിങ്കളാഴ്ച 28, ചൊവ്വാഴ്ച 29. അപ്പം ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയും ഒന്ന് പരിഗണിക്കുക, ബുധനാഴ്ച അസ്തമിച്ച രാത്രിയും പരിഗണിക്കുക. കാരണം ചിലപ്പോൾ 30 ഉണ്ടാവും, ചിലപ്പോൾ 30 ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അറബി ആകുമ്പോൾ 2 പരിഗണിച്ചറിയാം. അപ്പോൾ ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രി ഒന്ന് ശ്രദ്ധിക്കുക, ബുധനാഴ്ച അസ്തമിച്ച രാത്രി. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കും കേട്ടോ കുട്ടികളെ, അത് ശ്രദ്ധിക്കേ. അപ്പം റജബിലെ ആദ്യത്തെ രാത്രി പ്രധാന. ഈ ഹദീസിൽ 1-ാമതായി പറഞ്ഞത് അവ്വലു ലൈലത്തി മിൻ റജബ്, ഒന്ന് റജബിലെ ആദ്യത്തെ രാത്രിയാവുന്നു. ഈ റജബിലെ പ്രത്യേകത എന്നാൽ റജബിൻ്റെ ഒരു പിന്നെ യഹ്യയിലുണ്ട് അർറാഉ റഹ്മത്തുൻ വൽ ജീമു ജുർമാനുൻ വൽ ബാഉ ബറാഅത്തുൻ. റഹ്മത്ത്, ജുർമാന്, ബറാഅത്ത്, ഈ 3 കൂടിയതാണ് എന്ത്? റജബ്. അള്ളാൻ്റെ റഹ്മത്ത്, അള്ളാൻ്റെ റഹ്മത്ത്, അടിമയുടെ കുറ്റം അള്ളാൻ്റെ ഒഴിവാക്കി തരല്ലേ. ഈ 3 വാക്കും കൂടിയതാണ് എന്ത്? അർറാഉ റഹ്മത്തുൻ വൽ ജീമു ജുർമാനുൻ വൽ ബാഉ ബറാഅത്തുൻ. മാത്രമല്ല ഈ ഒരു മാസം ആദരിക്കാത്ത ഒരു കാലം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏത് മാസം എന്നല്ല എൻ്റെ കുട്ടികളെ, റമളാനിന് പ്രാധാന്യം വരുന്നത് ബഹുമാനപ്പെട്ട ഖുർആൻ ഇറങ്ങിയതിന് ശേഷം. റജബിന് പ്രാധാന്യം വരുന്നത് മിൻ അബീന ആദം,
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലേ പ്രാധാന്യമുള്ള മാസമാണ് എന്ത്? മിൻഹ അർബഅത്തുൻ ഹുറും ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിലുണ്ട് മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട മാസം 4 മിൻഹ അർബഅത്തുൻ ഹുറും. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതാണ് ഇത് അർബഅത്തുൻ ഹുറും. എന്തില്ല ഇതിൽ? പറ. റമദാൻ ഇല്ല. കാരണം റമദാന്റെ പ്രത്യേകം ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് എന്നാണ് അതിന്റെ പ്രത്യേകത. അപ്പം പഴയകാല സമൂഹത്തിൽ റമദാൻ ആദരിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ പ്രത്യേകത വരുന്ന ഖുർആൻ ഇറങ്ങിയതോടുകൂടിയാ. മനസ്സിലായില്ലേ? ഖുർആനിലെ ആയത്തുണ്ട് മിൻഹ അർബഅത്തുൻ ഹുറും. അതിൽ ബഹുമാനിക്കപ്പെടേണ്ട മാസങ്ങൾ 4 ഏതൊക്കെയാ? 1 മുഹറം, 2 റജബ്, 3 ദുൽഖഅദ, 4 ദുൽഹിജ്ജ. അപ്പോൾ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഈ ഹദീസിലെ 5 രാത്രികളെ ശ്രദ്ധിക്കുക. അവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബിലെ ആദ്യത്തെ രാത്രിയാകുന്നു. എൻ്റെ വണ്ടിയിലുണ്ട് വിഷയം എഴുതി വെച്ച ഡയറി, അങ്ങോട്ട് എടുത്തരാൻ പറയും. 1 റജബിലെ ആദ്യത്തെ രാത്രി. പിന്നെ വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ പകുതിയുടെ രാത്രിയുമാകുന്നു. ശഅബാൻ പകുതിയുടെ രാത്രി. വകുല്ലു ലയാലിൽ ജുമുഅ. എല്ലാ ജുമുഅ രാത്രിയും. വലൈലത്തു ഈദിൽ ഫിത്ർ. ചെറിയ പെരുന്നാൾ രാത്രിയും. വലൈലത്തു ഈദിൽ അൽഹ. വലിയ പെരുന്നാൾ രാത്രിയും. ഈ 5 രാത്രി ഒരു കൊല്ലത്തിൽ ഒരു ദുആയും തട്ടുകയില്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രധാനപ്പെട്ടതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിൽ അന്ന് മുതൽ ഈ രാത്രിയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم بارك لنا في رجب وشعبان. അല്ലാഹുവേ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണമേ. وبلغنا شهر رمضان. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടോളൂ. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. എഴുതിച്ചോളൂ ഹദീസ്. ഭയങ്കര പുണ്യ റസൂൽ. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി എന്ന് പുണ്യ റസൂൽ എഴുതിച്ചോട്ടെ. വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. റജബിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് വിൽക്കണമെന്നാണ്. റജബിൽ ഒരു ദിവസമെങ്കിൽ നോമ്പ് എടുക്കണം. അഫ്ളൽ 27 നോമ്പ് തന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. റജബിൽ ഒരു ദിവസം നോമ്പ് എടുക്കണം. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. റജബുൻ ശഹ്റുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാകുന്നു. അതായത് അല്ലാഹു തആല പ്രത്യേകമായി ആദരിച്ചൊരു മാസമാണ് റജബ്. റജബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്ത് ചെയ്യും. ഇപ്പം പോരെ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും നല്ലത്. ഭയങ്കരല്ലേ? ഭയങ്കരമാണ്. മഗ്‌രിബ് മുതൽ സുബ്ഹ് വരെ. മഗ്‌രിബ് മുതൽ സുബ്ഹ് വരെ. മഗ്‌രിബ് മുതൽ പോരെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റജബ് ചെയ്യുക. പോരൻ്റെ പണിയൊക്കെ ഏകദേശം തീരാനായി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്ന് ഒപ്പിച്ച് ആരെങ്കിലും കൊണ്ടൊരു പാർട്ടി ഓരിയൻ്റോ ആയിട്ട് ഒരു പേര ഉദ്ഘാടനം ചെയ്യില്ലേ? നല്ലതാണ്. ഏത്? റജബ് ഭയങ്കര. റജബുൻ ശഹ്റുല്ലാഹ്. റജബ് അല്ലാഹുവിൻ്റെ മാസമാണ്. റജബുൻ ശഹ്റുല്ലാഹ്. റജബ് അല്ലാഹുവിൻ്റെ മാസമാകുന്നു. ഭയങ്കരമാണ്. റജബിന് വലിയ പ്രാധാന്യമാണ്. യാ ലൈത അദ്ദത ഹൗലിൻ കുല്ലിഹി റജബു. ഒരു കൊല്ലം മൊത്തം റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പഴയ കാലത്ത് കവികൾ പാട്ട് പാടിയിരുന്നു.
യാ ലൈത ഇദ്ദത ഹൗലിൻ കുല്ലിഹി റജബു. ഒരു കൊല്ലം മൊത്തം റജബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റജബിനോട് അത്ര വലിയ ബഹുമാനം. കാരണം റജബുൻ ഷഹ്റുല്ലാ, റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു. അപ്പൊ എന്തൊക്കെയാ അനുഗ്രഹങ്ങൾ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ, റജബിൽ അള്ളാഹുവെ ബർക്കത്ത് ചെയ്യണമെന്ന് പറയണമെങ്കിൽ റജബിൽ എന്തൊരു പ്രധാനപ്പെട്ട ബർക്കത്ത് ഉണ്ടല്ലോ, അല്ലെങ്ങനെ പറയല്ലോ. മാത്രമല്ല ഷഹ്റുൻ 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 അർസലല്ലാഹു ലിഇബാദിഹി തഹിയ്യത്തുസ്സലാഹ്. നിസ്കാരം എന്ന തിരുമുൽ കാഴ്ച അടിമകൾക്ക് അള്ളാഹു കൊടുത്തയച്ച മാസം റജബാണ്. ആ തിരുമുൽ കാഴ്ചയോ അഫ്ളലുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് എന്ത്? നിസ്കാരം. ആ അമൽ അള്ളാഹു തആല അബ്ദിന് കൊടുത്തയച്ച മാസമാണ് ഏത്? റജബ്. അത്ര മനസ്സിലാക്കിയാൽ മതി. എന്നതിൻ്റെ വലിയ വലുപ്പത്തിൽ എത്ര ആയിരിക്കും. അതിന് പകരം വേറെ ഒരു സമയമില്ല, അതിന് പകരം വേറെ ഇബാദത്തും ഇല്ല. ഏത് ഇബാദത്തിനും തെറ്റൊരാൾ ചെയ്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് നബി അങ്ങനെ കുറ്റം ചെയ്തതാണ്. റസൂൽ ഒന്നും വേണ്ടിയില്ല, ബാങ്ക് കൊടുത്ത്. അപ്പോൾ ളുഹർ സ്കെച്ച് ജമാഅത്തിൽ പിന്നെ അയാൾ പള്ളിയിൽ കുറച്ച് നേരം നിന്ന് പിന്നെ വന്നു, നബിയെ ഞാനത് തെറ്റ് ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞു. റസൂൽ ഒന്നും വേണ്ടിയില്ല. കുറച്ച് നേരം അങ്ങനെ പള്ളിയിൽ പിന്നെ ആൾ ഇരുന്ന് അസറിനാൻ കൊടുത്ത്. അപ്പോൾ ഇഖാമത്തെടുത്ത് അയാൾ അസർ നിസ്കരിച്ച് പിന്നെ ആൾ അങ്ങനെ നിന്ന് ഒക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി പിന്നെ വന്ന്, നബി ഞാൻ ചെറിയ തെറ്റ് ചെയ്തിരുന്നു അങ്ങനെ തെറ്റ് ചെയ്തിരുന്നതാണ്. റസൂൽ ഒന്നും വേണ്ടിയില്ല. പിന്നെ ആൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെ ആൾ നബിയുടെ അടുത്ത് വന്നു. അപ്പോൾ പറഞ്ഞു അസ്വല്ലൈത മഅന ളുഹ്റ, ജമാഅത്തിന് അസ്വല്ലൈത മഅന അസ്റ, നമ്മളപ്പോൾ അസ്വല്ലൈത മഅന മഗ്‌രിബ് വൽ ഇശാ, നമ്മളപ്പോൾ മഗ്‌രിബ് ഇശയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പോയിക്കോ. അങ്ങനെ ഇനിയൊന്നും വേണ്ട, പോയിക്കോ. അതാണ് ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. ഇത്തരം നന്മകൾ ഏത് ചീത്തകളെയും ഇല്ലാതാക്കും. പള്ളി നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിനാണ് ആയത്തുണ്ടല്ലോ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. നന്മ എന്തിനാ ഇല്ലാതാക്കും? ആ തിന്മല. ആ നന്മ ഏതാണ്? നിസ്കാരമാണ് കേട്ടോ. ഇത് നിസ്കാരത്തിൽ ഇറങ്ങിയ ആയത്തിലാണ് ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. നന്മകൾ ചീത്തകളെ ഇല്ലാതാക്കും എന്ന ആയത്ത് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയതാ. അതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ തിരുമുൽ കാഴ്ച ഉമ്മത്തിന് അള്ളാഹു കൊടുത്തയച്ചത് റജബില. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട മാസം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അപ്പോൾ അതിലെ ആദ്യ മാസത്തിൽ ഹൈറായ കാര്യങ്ങൾ എന്തൊരാൾ കരുതി വെക്കാൻ ഒരു പീടിക കച്ചവടം തുടങ്ങുക, ഇതൊക്കെ വലിയ ഹൈറുണ്ടാവും. കാരണം ഷഹ്റുൻ റജബൻ ഷഹ്റുള്ള, അതിൻ്റെ ഉള്ള മുഴുവൻ നമുക്കറിയാം. നമുക്ക് അള്ളാഹിനെ തിരിയില്ലല്ലോ. അള്ളാഹിൻ്റെ മാസമാണ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൂർണ്ണമായി അറിയൂല. കാരണം നമുക്ക് ആരെ തന്നെ അറിയില്ല, അള്ളാഹ് തന്നെ അറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ 5 രാത്രി മനസ്സിലായില്ലേ? അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ നീട്ടൂല. ആ 5 രാത്രി ഓരോരുത്തരും പരിഗണിക്കുക. 15 രാത്രികൾ ഒരു കൊല്ലത്തിൽ പരിഗണിക്കുന്നത് നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും. 15 രാത്രി ഒരു കൊല്ലത്തിൽ പ്രത്യേകം പരിഗണിക്കുന്നത് നല്ലതാണ്. ആ 15 രാത്രി ഒന്ന് എഴുതി വെച്ചോളൂ, എന്നാൽ നമുക്ക് പിരിയാം. അങ്ങനെ എഴുതി വെച്ചാൽ ഞാൻ എപ്പോഴും സൗകര്യം കിട്ടൂല, എൻ്റെ തലയൊക്കെ അത് വരില്ല, വേറെ അതിനേക്കാൾ വലിയ വിഷയം പറയാനുണ്ടാവും. അതുകൊണ്ട് എഴുതി വെച്ചാൽ 15 രാത്രി ഒരു കൊല്ലത്തിൽ മൊത്തം 15 രാത്രികളെ പരിഗണിക്കും. അന്നൽ ലയാലി അൽ മഖ്സൂസ ബി മസീദിൽ ഫളിൽ ലത്തി യതഅഖദു ഫിഹാ ഇസ്തിഹ്ബാബുൽ ഇഹ്യാഇ ഫി സനതി 15 ലൈല. ഒരു കൊല്ലത്തിൽ പ്രത്യേകം പരിഗണിക്കേണ്ട രാത്രികൾ 15ആണ്. ഈ 5 ഉൾപ്പെടും. ഈ 5 എന്താണെന്നറിയാം, ദുആ തട്ടൂല എന്നാണ്. മറ്റേത് ഹയാത്താക്കൽ സുന്നത്താണ്. ഈ 5 ഉണ്ട്, പുറമെ വേറെ ചില ദിവസം. ഇത് റമദാൻ്റെ പുറത്തുള്ള 5ആണ്, തിരിഞ്ഞിട്ടില്ല. ഇത് എന്തിൽ പെടൂല? പറയും കുട്ടികളെ, ഇത് എന്തിന് പുറത്താണ്? റമദാന് പുറത്തുള്ള 5ആണ്. റമദാൻ കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ദുആ തട്ടാത്ത രാത്രികൾ 5. പറഞ്ഞേക്ക് ഏതൊക്കെ? റമദാൻ കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ദുആ തട്ടാത്ത രാത്രികൾ 5. 1 റജബ് ആദ്യത്തെ രാത്രി, 2
ഷഅബാൻ 15 രാത്രി. 3 എല്ലാ വെള്ളിയാഴ്ചയും രാത്രി. 4 ചെറിയപെരുന്നാളിൻ്റെ തലേ രാത്രി, വലിയ തലേ രാത്രി, അതായത് പിറ്റേന്ന് പെരുന്നാളാണ്. ആ രാത്രി ഉണ്ടല്ലോ നമ്മൾ കോഴിപ്പീടിയിൽ ഇങ്ങനെ പാത്തിക്കണം, ആ രാത്രി അന്ന് കോഴിൻ്റെ മണത്തിലാണ് പോകും. അല്ല അല്ല, കോഴി കാഷ്ടത്തിൻ്റെ മണത്തിൽ ആ രാത്രി അത് കഴിഞ്ഞിട്ട് പോകും. അങ്ങനെയാണ്. അല്ലെങ്കിൽ പീടി തിരക്കും, അല്ലെങ്കിൽ തുണിപ്പീടി തിരക്കും. ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്, ഭയങ്കര പ്രധാനം. ഒരിക്കൽ തട്ടൂല, തട്ടുന്ന പ്രശ്നം തന്നെയല്ല. ഒരു അഭിപ്രായത്തിനെന്നറിയാം, ഇങ്ങോട്ടോക്കി ഒരു റമദാൻ 1 മുതൽ ഒരു റമദാൻ 30 വരെ എത്ര ആളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കോ അത്ര ആളെ 2 രാത്രി മോചിപ്പിക്കും. ചെറിയ തലേ രാത്രി, വലിയ തലേ രാത്രി. ഒന്നുകൂടി പറയാം, ഒരു റമദാന് അതെന്താണ് ഇതിന് നമുക്കൊക്കെ മനസ്സിലാകാനുള്ളത്? എന്താ ഈ അള്ള എങ്ങനെയെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പറഞ്ഞൊക്കെ റമദാൻ്റെ പുറത്തപ്പോൾ വലിയതെന്ന് തോന്നുന്നു. അതായത് ഇപ്പം എന്താണെന്നറിയോ, അള്ളാഹു തആലക്ക് ഭയങ്കര കരുണയാണ്. അപ്പോൾ വകുപ്പ് ഉണ്ടാക്കുക ചെയ്യുക. മനസ്സിലായില്ല? ഇപ്പോൾ പിണറായി വിജയനാണോ കേരള മുഖ്യമന്ത്രി ആയത് നോക്കി ഉദാഹരണം പറയാം എങ്കിൽ അയാൾ എന്താണ് ചെയ്യുക? അയാൾ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ചെയ്തേണ്ടത് ഷുക്കൂർ വധക്കേസിലോ TP ചന്ദ്രശേഖരൻ വധക്കേസിലോ ഫസൽ വധക്കേസിലോ ഒക്കെ ഉള്ള ആളുകളെ എന്തെങ്കിലും വകുപ്പുണ്ടാക്കിയിട്ട് വെറുതെ വിടുക. കാരണം അയാളോട് പാർട്ടിയോട് കരുണ ഉണ്ടാവുമല്ലോ. നിങ്ങളിവിടെ ഉണ്ടോ? അതല്ല, നിങ്ങൾ എന്തെങ്കിലും ഇടിവെട്ടിയ പോലെ ഇരിക്കുമ്പോൾ മനുഷ്യന്മാർ എന്താണ് നിങ്ങളൊന്ന് ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് പറഞ്ഞു, ഞാനൊരു വകുപ്പ് നാടൻ മലയാളത്തിലെ ഉദാഹരണം അപ്പം പറഞ്ഞേ. അള്ളാഹു തആലയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുക്ക് ഭയങ്കര കരുണയാണ്. അപ്പോൾ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് നരകത്തിൽ നിന്ന് ഒഴിവാക്കും. നരകത്തിലിടലല്ല താല്പര്യം. ഇത്രാന്തിയാണ് അള്ളാഹ് കൂടുതൽ നരകത്തിലിടുക. അങ്ങനത്തെ ഒരു ആന്തി എന്താ? ഇത്രാന്തിയാണ് കൂടുതൽ നരകത്തിൽ നിന്ന് ഒഴിവാക്കുക. അങ്ങനെ ഒരു ആന്തി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തില്ല ഒന്ന് പറഷ്ട ഈ ദിവസമാണ് അള്ളാഹ് കൂടുതൽ നരകത്തിലിടുക. അങ്ങനത്തെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെ നോക്കിയാലും നരകത്തിൽ നിന്ന് ഒഴിവാക്കണതേ കാണുള്ളൂ. കാരണം അള്ളാഹു ഭയങ്കര കരുണയാണ്, ഭയങ്കര. ഇങ്ങനെയൊക്കെ ഒരു പടച്ചോനുണ്ടായിട്ടും നരകത്ത് കിടക്കാറിഞ്ഞാൽ ഭയങ്കര മോശമാണ്. അള്ളാഹു കാക്കട്ടെ. കുട്ടികളെ ഭയങ്കരമായിട്ടാ ഏറ്റവും ഇത് പറഞ്ഞതിൻ്റെ മാന എന്താന്ന് പറഞ്ഞാൽ അള്ളാഹു തആല വകുപ്പുണ്ടാക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മളെ നരകത്തിൽ നിന്ന് പുറത്ത്. അള്ളാഹു റസൂലിന്റെ പണി അങ്ങനെയാണ്. നരകത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുക? ഹബീബ റസൂൽ പറഞ്ഞു, ഹബീബ അന ആഖുദുകും ബിഹുജസികും, ഞങ്ങളെ ഊരക്ക് പിടിച്ചിട്ട് വലിച്ചിടുക പുറത്തേക്ക്, നരകത്ത് ചാടല്ലടാന്ന് പറഞ്ഞിട്ട്. വഅൻതും തഫല്ലതൂന മിൻ യദയ്യ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊതറി ചാടുക തീയിലേക്ക്. എൻ്റെ കയ്യിൽ കിട്ടിയ ഒരുത്തനെ നരകത്ത് ചാടാൻ ഞാൻ സമ്മതിക്കൂല. അതാണ് റസൂലുള്ളാഹിയുടെ പേര്, റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്തൊരു വാക്കാണ് പറഞ്ഞത്, മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഊരക്ക് വലിച്ചിട്ട് പുറത്തിടുക, തീയാണ് ചാടല്ലേ പറഞ്ഞിട്ട്. വഅൻതും തഫല്ലതൂന മിൻ യദയ്യ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കൊതറി ചാടുക. എങ്ങോട്ട്? തീയിലേക്ക്. എൻ്റെ കയ്യിൽ ഒരാളെ പിടുത്തം കിട്ടിയാൽ ഞാൻ നരകത്തിൽ ചാടാൻ നോക്കൂല. എൻ്റെ കയ്യിൽ നിന്ന് കൊതറി ചാടിയോ മാത്രമേ നരകത്തിലെത്തുള്ളൂ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ റസൂലിനെ കയ്യപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ റഹ്മത്തുൽ ലിൽ ആലമീൻ കയ്യപ്പെടാൻ പടച്ചോൻ നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഫറൂഖിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവസാനത്തായത്തും റസൂലുള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റിയല്ലേ. ലഖദ് ജാഅക്കും കേട്ടില്ല ഇന്നലെ ഫറൂഖിൽ ഞാൻ അത് പറഞ്ഞല്ലോ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവസാനം റസൂലുള്ളാഹിനെ പറ്റി വന്ന വാക്ക് റഹീം എന്ന. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന. അള്ളാഹിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട വാക്ക് റഹ്മാനുർ റഹീം എന്ന. റസൂലുള്ളാഹിനെ പറ്റി അവസാനത്തെ വാക്ക് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പിന്നെ എങ്ങനെ കുട്ടികളെ നമ്മൾ തമ്മിൽ തെറ്റുക? പിന്നെ എങ്ങനെ നമ്മൾ തമ്മിൽ ശത്രുവാവുക? പിന്നെ നമ്മളെ മനസ്സെങ്ങനെ വരണ്ടുക? ആ മെസ്സേജ് കിട്ടിയ നമ്മളെ തടി എങ്ങനെ നാശാകുക? പക്ഷെ നമ്മൾ നന്നാക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കാം, 5 രാത്രി റമദാന്റെ പുറത്താണ്,
ഞാൻ മൊത്തം ഒരു 15 രാത്രി ഞാൻ പറഞ്ഞുതരാം. ഒരു 15 രാത്രി ഒരാൾ പരിഗണിച്ചാൽ അയാൾക്ക് ഭയങ്കരം ആ കൊല്ലത്തെ റഹ്മത്ത് മുഴുവൻ ഉണ്ടാവും 15 രാത്രി പരിഗണിച്ചാൽ എന്ന് ഇമാം ഗസാലി അന്നൽ ലയാലിൽ മഖ്സൂസ ബിമസീദിൽ ഫദ്ലിൽ ലത്തി യതഅക്കദു ഫിഹാ ഇസ്തിഹ്ബാബുൽ ഇഹ്യാഇ ഫി സന 15 യംബഗി അല്ലാ യഗ്ഫല അൻഹാ. ഒരാളും അതിനെ തൊട്ട് അശ്രദ്ധനാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഫഇന്നമ മവാസിമുൽ ഖൈറാത്തി, അത് ഖൈറിൻ്റെ സീസണാണ്. മൗസിം മവാസിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൈന സീസൺ. മനസ്സിലായില്ല? ഹിന്ദിയിൽ മോസം എന്നറിയും. മോസം അച്ഛനീ മോസം സീസൺ ശരിയില്ല. മനസ്സിലായില്ലേ? ഈ അറബി എന്നുള്ള വാക്കാം. മവാസിമുൽ ഖൈറാത്തി, ഈ 15 ഖൈറിൻ്റെ സീസണാണ്. 15 രാത്രി ഖൈറിൻ്റെ സീസണാണ് എന്ന്. സീസണിനെ കുറിച്ച് ഒരു കച്ചവടക്കാരൻ അശ്രദ്ധനായാൽ ലം യർബഹ്, അവന് കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. ശ്രേഷ്ഠമായ സമയം പരിഗണിക്കാത്തൊരു മുഅ്മിനായ മനുഷ്യൻ മുന്നോട്ട് പോയാൽ ലം യൻജഹ്, അവൻ ഒരിക്കലും ഈമാന്റെ കാര്യത്തിൽ വിജയിക്കാൻ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ മൊത്തം ഒരു കൊല്ലത്തിൽ ഏറ്റവും പരിഗണിക്കേണ്ട രാത്രികൾ 15 ഫസിത്തത്തും മിൻ റമളാന, 6 രാത്രി റമളാൻ മാസത്തിലാ. 6 രാത്രി റമളാൻ മാസത്തിലാ. അത് അല്ലയാലിൽ ഔതാരി ഫി ആഖിരി റമളാൻ, റമളാനിലെ ഒറ്റയിട്ട അവസാനത്തെ രാത്രികൾ. അതായത് അത് 5 വരും. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. മനസ്സിലായില്ലേ കുട്ടികളെ? ഒന്നും കൂടെ പറഞ്ഞേക്ക്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. 5 റമളാനിൽ മൊത്തം എത്ര എന്ന് പറഞ്ഞ? 6. 17 രാവും. എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം ഇഖ്റ ബിസ്മി ഇറങ്ങിയത് 17 രാത്രിയാണ്. ഇതാണ് പ്രധാന അഭിപ്രായം. 17 രാവ്. വഹിയ ലൈലത്തുൽ ഖദ്രി അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. 17-ാം രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്. 17 മറ്റേ തള്ളണ്ട, ഇതും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഖുർആൻ യൗമുൽ ഫുർഖാൻ എന്നും സത്യവിവേചനം നടന്ന ദിവസം എന്നും യൗമൽ തഖൽ ജംആനി സത്യവാദികളും അസത്യവാദികളും ഏറ്റുമുട്ടിയ ദിവസം എന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ നേരെ തൊട്ട് പ്രഭാതത്തിലാണ്. ഏതിൻ്റെ? 17-ന്റെ. ബദരീങ്ങൾ കണ്ടിട്ടല്ലോ, മനസ്സിലായില്ലേ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. ഖൈറുകൊണ്ട് ബന്ധപ്പെടണം. ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യാന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് പള്ളിയിൽ പിറ്റേന്ന് ബദരീങ്ങളാണ്, അതിനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാലും മതി. പള്ളി തന്നെ ഇരിക്കാന്നല്ല, ഒരു ഖൈറുകൊണ്ടല്ലാതെ ആ രാത്രി ബന്ധപ്പെടാൻ പാടില്ല. ഖൈറുകൊണ്ട് ബന്ധപ്പെടണം. ഖൈറുകൊണ്ട് ബന്ധപ്പെട്ടാലേ കുട്ടികളെ നടക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കല്യാണത്തിന് പോയി കള്ളുടിച്ച് കയറ്റി ചാടി മരിച്ച്, അള്ളാഹു മലക്കാക്കട്ടെ. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ്. കല്യാണത്തലേന്നാണ് ഈ കള്ളുടിക്കും. കള്ളുടിച്ചിട്ട് പിന്നെ വരുമ്പോൾ കയറ്റി അതിലൊക്കെ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ മനുഷ്യന്മാരെ സർവ്വസാധാരണയായിട്ടുണ്ട്. വല്ല ആഖിബത്തുൽ മുത്തഖീൻ, നല്ല മനുഷ്യന്മാർക്ക് നല്ല മരണം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അധികരിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു വരാം, ശ്രദ്ധിക്കാം. അപ്പം എന്ത് ചെയ്യുക ആ ദിവസങ്ങളിൽ? അപ്പം 6 രാത്രികൾ റമദാനിൽ പറഞ്ഞു. ഒന്ന് ഒറ്റയിട്ട അവസാനത്തെ 10 ഒറ്റയിട്ട 5 രാത്രികളും 5 രാത്രികളും വലൈലത്തു 17 മിൻ റമദാന ഫഹിയ ലൈലത്തുൻ സ്വബിഹതഹ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. സത്യാസത്യ വിവേചന നാളെന്നും സത്യവാദികളും കള്ളന്മാരും ഒരുമിച്ച് കണ്ടുമുട്ടിയ ദിവസമെന്നും ഖുർആനിൽ പറഞ്ഞ പ്രഭാതം അതിൻ്റെ നേരെ പിറ്റേ പ്രഭാതമാണല്ലോ എന്ന നിലക്ക്. അപ്പൊ ഏതും പരിഗണിക്കുക. 17. അപ്പൊ എത്രയായി റമദാനിൽ? 6. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫീഹി കാനത്ത് വഖഅത്ത് ബദരിൻ. ആ ദിവസമാണല്ലോ എന്ത് നടന്നത്? ബദർ നടന്നത്. വഖാല ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിയ ലൈലത്തുൽ ഖദ്രി. അതാണ് 17 രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്.
അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ആയിഷ ബീവി പോറ്റി വളർത്തിയ കുട്ടിയാണ്, അസ്മാ ബീവിയുടെ മോനാണ്, റസൂലുള്ളാഹിൻ്റെ വളർത്തുമോൻ എന്ന് പറയാവുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് 17-ന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ഇപ്പം എത്രനായി? 6. ഇനി കേട്ടോളൂ. അവ്വലു ലൈലത്തിൻ മിനൽ മുഹറം, മുഹറത്തിലെ ആദ്യത്തെ രാത്രി. മുഹറമിലെ അവ്വലു ലൈലത്തിൻ മിൻ മുഹറം, മുഹറത്തിലെ ആദ്യത്തെ രാത്രി അള്ളാഹിനോട് ഫളലിനെ തേടുക. ഈ കൊല്ലം മുഴുവൻ എനിക്ക് ഖൈർ തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക, തേടുക. ജനുവരിയുടെ തലേന്ന രാത്രി കള്ളുടിച്ച മുഹറത്തിലെ ആദ്യത്തെ രാത്രി അള്ളാഹിനോട് തേടുക. അവ്വലു ലൈലത്തിൻ മിൻ മുഹറം, മുഹറമിലെ ആദ്യത്തെ രാത്രി. വലൈലത്തു ആശുറാ, ആശുറാന്റെ രാത്രിയും. വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യത്തെ രാത്രിയും. എത്രയായി? 9 ആദ്യത്തെ രാത്രി. വലൈലത്തു 27 മിൻ റജബിൻ, റജബിലെ 27-ന്റെ രാത്രിയും. റജബ് 27-ന്റെ രാത്രിയും. റജബ് 27-ന്റെ രാത്രിയാണ് പിന്നെ ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരമുണ്ട്, അതായത് മനുഷ്യന്മാരെ ഉദ്ദേശം പൂർത്തിയാക്കാനുള്ള സുന്നത്ത് നിസ്കാരം 12 റക്അത്ത്. അതാണ് നമ്മൾ ഖുതുബിയത്തിലൊക്കെ ചെയ്യുന്ന ബഅദ സ്വലാത്തി ഇസ്നതൈ അശ്റാത മിൻ റക്അ മഅൽ ഫവാത്തിഹി വൽ ഇഖ്ലാസ് ബിൽ ഖളാ എന്ന് പറയുന്ന നിസ്കാരം. അത് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം, ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. അത് ഏറ്റവും സുന്നത്തുള്ള ദിവസം റജബ് 27. അന്നാണല്ലോ നിസ്കാരം എന്തായത്, ഫർളായത്, ആ രാത്രിയാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഫി ഹാദിഹി ലൈല, ആ രാത്രിക്ക് ഫിയാ സ്വലാത്തു മഗ്സൂറത്തുൻ ഫഖദ് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമാണ് ആ രാത്രി. 12 റക്അത്ത് നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ഫാത്തിഹ, ഓരോ റക്അത്തും ഫാത്തിഹയും സൂറത്തും. ഇഖ്ലാസ് നല്ലത്, ഏതെങ്കിലും സൂറത്ത് ഫാത്തിഹയും ഇഖ്ലാസും ഓരോ റക്അത്തിലും ഓതുക. പിന്നെ നിസ്കാരം 12 റക്അത്ത്, 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക? പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളത് 100 വട്ടം. പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 വട്ടം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 100 വട്ടം. പിന്നെ എന്ത് ദുആയും ചെയ്യുക, വലിയ ഉത്തരം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ കൂട്ടത്തിൽ ഞാൻ ചിലപ്പം വിട്ടുപോകും എന്നതുകൊണ്ടാണ് ഇപ്പം തന്നെ സൂചിപ്പിച്ചത്. റജബ് 27 രാവ് ഈ കൂട്ടത്തിൽ ഹയാത്താക്കേണ്ട രാത്രിയാണ്. ആദ്യ രാത്രിയാണ് ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരത്തിന് ഏറ്റവും അഫ്ളൽ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതായത് ഒരു കൊല്ലത്തിൽ എന്തെങ്കിലും ഉദ്ദേശം സാധിപ്പിക്കാനുണ്ടെങ്കിൽ 12 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ രാത്രി തേടുക. ഈ രണ്ട് റക്അത്തിൽ സലാം വിട്ടുക. 12 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 100, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, സ്വലാത്ത് 100. പിന്നെ എന്ത് ദുആ ചെയ്യുക, കൂടുതൽ പണിയൊന്നുമില്ല. വലിയ സൂറത്ത് ഓതണ്ട, ഒരു ഫാത്തിഹ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഓരോ റക്അത്തിനും ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഈ രണ്ട് സലാം വിട്ടുക. 12 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 100. പിന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100. പിന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 100. ഇത് ചെല്ലുക. അതിനുശേഷം സുമ്മ യദ്ഉ ബിമാ ശാഅ മിൻ അംരി ദുനിയാഹു ആഖിറതിഹി. റസൂലുള്ള പറയാ സുമ്മ യദ്ഉ, പിന്നെ ദുആർക്കുക, ബിമാ ശാഅ തോന്നിയത് ദുആർക്കുക, മിൻ അംരി ദുനിയാഹു ആഖിറതിഹി, ദുനിയാവിൻ്റെ വിഷയം ആഖിറത്തിൻ്റെ വിഷയം എന്തും ദുആർക്കുക. പക്ഷേ ഫയുസ്ബിഹു സായിമ, പിറ്റേന്ന് എന്തും ചെയ്യണം, നോമ്പ് നോൽക്കണം. നോമ്പ് നോൽക്കുക, പിറ്റേന്ന് നോമ്പ് നോൽക്കുക. എന്നാൽ ഭയങ്കര കൂലി കിട്ടും, വലിയ ഉദ്ദേശ സാഫല്യങ്ങൾ നേടിക്കിട്ടും. ആ രാത്രി അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് 2 റജബിലാണ്. ഇപ്പോൾ ഈ അവ്വലൈലത്തി മിൻ റജബും റജബിലാണ്. പിന്നെ 27 രാത്രി ഈ നിസ്കാരത്തോടു കൂടിയുള്ളതും റജബിൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ഇപ്പം എത്ര രാത്രി കഴിഞ്ഞു? 10, അതായത് ആ റമദാനിൽ 6, പിന്നെ മുഹറം, ആദ്യം മുഹറം 7, പിന്നെ ആശുറ 8, പിന്നെ റജബ് ആദ്യത്തത് 9, പിന്നെ ലൈലത്തുൽ 27 10. ഇനി ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15 രാത്രി ബറാത്ത്.
ഇപ്പം എത്രയായി? 11. എന്ന് വലൈലത്തു അറഫ. വലൈലത്തു അറഫ, അറഫ രാത്രിയും 12. വലൈലത്തു ഈദുൽ ഫത്ർ വലൈലത്തു ഈദുൽ അദ്ഹ 14. വകുല്ലു ലയാലിൽ ജുമുഅ 15. ലൈലത്തു ഈദുൽ ഫിത്ർ ലൈലത്തു ഈദുൽ അദ്ഹ അല്ല, രണ്ടായിട്ട്. അപ്പോൾ 14. പിന്നെ ജുമുഅ രാത്രി. ജുമുഅ രാത്രി എന്നൊരു വകുപ്പ് പറഞ്ഞതാണ്. ആ രാത്രി കുറേ വരും. അങ്ങനത്തെ ഇത് 15 വകുപ്പാണ്. 15ാമത്തെ കുറച്ച് എണ്ണം കൂടുതലുണ്ടാവും. മനസ്സിലായില്ലേ? ഇനി ഹയാത്താക്കുന്നതിൽ പ്രധാനപ്പെട്ട ഷർത്ത് എന്താണെന്നറിയാം കുട്ടികളെ? ഹയാത്താക്കാൻ നേരം വെളുക്കോളം കണ്ണിൽ പിന്നെ എന്താ പറയുക, സോഡ കൊണ്ട് കണ്ണ് പിന്നെ ഈ ഡ്രൈവർമാർക്കുണ്ട് എന്ത് പിന്നെ ഉറക്കം വന്നാൽ സോഡ പൊട്ടിച്ചാണ് കണ്ണൊക്കെ ഒന്ന് ശരിയാക്കുക. അതല്ല ഇത് ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അവള് ജമാഅത്തിൽ ഇശയും സുബഹി നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. അതിനെ ഹയാത്താക്കൽ തിരിഞ്ഞില്ല. പിന്നെ അതാണ് അതിൻ്റെ എന്ത് മെയിൻ സ്ട്രക്ചർ. ഇനി എന്തിനും കൂട്ടുക. അൽഹംദുലില്ലാഹ്. എന്താണ് പഠിച്ച തമ്പുരാനെ? ഒരു ചോറും ഒരു കറിയുമാണ് അതിൻ്റെ എന്ത് അടിസ്ഥാനം. ചോറിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചോറിട്ടില്ല എന്ന് വെച്ചാൽ എന്താ? അതിന് ചോറും ഒരു കറിയും കിട്ടില്ല. പിന്നെ അതിൽ പപ്പടം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്. പിന്നെ അതിൽ എരിശ്ശേരി പുളിശ്ശേരി ഉണ്ട് അൽഹംദുലില്ലാഹ്. മോര് കറി ഉണ്ട് അൽഹംദുലില്ലാഹ്. പിന്നെന്താ പറയുക, അച്ചാറ് ഉപ്പേരി അൽഹംദുലില്ലാഹ്. അതിനനുസരിച്ച് അൽഹംദുലില്ലാഹ്. പിന്നെ ഓംലെറ്റ് അൽഹംദുലില്ലാഹ്. പിന്നെന്താ പറയുക, രസം, മനസ്സിലായില്ല? ഇതൊക്കെ പായസം, ഇതൊക്കെ അൽഹംദുലില്ലാഹ്. പക്ഷെ മനസ്സിലായില്ല? അതിനനുസരിച്ച് അൽഹംദുലില്ലാഹ് കൂട്ടിക്കോ. പക്ഷെ അത് ഇതിലെ വാജിബാത്തിൽ പെടൂല, ഇല്ല എന്നതുപോലെ. അപ്പോൾ ഒരു രാത്രി ഹയാത്താക്ക എന്നാൽ എന്താണ്? രാത്രി ഹയാത്താക്ക എന്നാൽ എന്താണ്? ഇശ നിസ്കരിക്കുക, അവൽ ജമാഅത്ത് നിസ്കരിക്കുക. ഇശയും സുബഹിയും ജമാഅത്തായി നിസ്കരിക്കുക. സാധ്യത ഉണ്ടെങ്കിൽ ഇശയും സുബഹിയും ജമാഅത്തായി നിസ്കരിക്കുക. പിന്നെ എന്തു ചെയ്യുക? സാധ്യത ഉണ്ടെങ്കിൽ കേട്ടാ, സാധ്യത ഇല്ലാത്ത അവസ്ഥ വരും. സാധ്യത ഇല്ലാത്ത അവസ്ഥയിൽ ഉദാഹരണം, ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, ഭർത്താവ് പള്ളിയിൽ പോയി. മനസ്സിലായില്ല? അതിന് ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതിയാവും. അവർക്ക് ഒറ്റക്ക് നിസ്കരിച്ചാലും ഉണ്ടാവും വിഷയം. നേരെ മറിച്ച് മക്കളുണ്ടെങ്കിൽ മക്കൾ കൂട്ടി എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ചിലപ്പോൾ ഒരു പുരയിൽ എന്തുണ്ടാവും, ചില പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വിഷയം വന്നാൽ അപ്പോൾ അതും മുടങ്ങും. അതിനൊന്നും വിഷയമല്ല, ആഗ്രഹം ഉണ്ടായാൽ മതി. അപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ ജമാഅത്തിലായി അവൽ ജമാഅത്ത് നിസ്കരിക്കുക. ഒന്ന്. പിന്നെ എന്ത് ചെയ്യുക? രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക. ഇതന്നെയാണ് എന്ത്? യഹ്യാ. അതില്ലാത്ത യഹ്യാവിന് അർത്ഥമില്ല. തിരിഞ്ഞില്ല. എരിശ്ശേരി പുളിശ്ശേരി പിന്നെ പപ്പടം പൊരിച്ചത്, മീൻ പൊരിച്ചത്, ഓംലറ്റ്, ഇതൊക്കെ കൂട്ടി ചോറ് കൊടുത്തില്ല. ചോറാവോ? എന്ത് പറയാ കുട്ടി? ലഞ്ച് അതിന് പറയോ? പറ ചങ്ങാതി, അതിന് ലഞ്ച് എന്നറിയോ? എരിശ്ശേരില്ലേ? ഉണ്ട്. പുളിശ്ശേരില്ലേ? ഉണ്ട്. പപ്പടം പൊരിച്ചല്ലേ? ഉണ്ട്. മീൻ പൊരിച്ചല്ലേ? എല്ലാം ഉണ്ട്, ഒക്കെ ഉണ്ട്, ഉഷാറാണ്. എന്തും കൂടി വേണ്ടിയിരുന്നു? ചോറ് വേണ്ടിയിരുന്നു. ചോറുണ്ടായില്ല. ഒക്കെ ഉണ്ട്, ചോറില്ല. ചോറില്ലാത്ത കൂട്ടം ആർക്കാണ് വേണ്ടത്? മനുഷ്യരെ കളിയാക്കാം. നേരെ മറിച്ച് ഇതൊന്നും ഉണ്ടായില്ല. ചോറുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഉണ്ടാ അല്ലേ? കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒരു ചീനാപ്പറങ്ങി മുളകുണ്ടെങ്കിൽ ചോറുണ്ട്. ഇതൊന്നും ഉണ്ട് ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ എന്നതുപോലെ രാത്രി ഹയാത്താക്കലിന്റെ അടിസ്ഥാനം ഇതാണ്. എന്ത്? അവൽ ജമാഅത്തിൽ ഇശായിനെയും സുബഹിയെയും നിസ്കരിക്കുക, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക. ഇനി എത്ര ഹയാത്താക്കുക അത്രയും നല്ലതാണ്. എത്ര കൂട്ടി അതിന് കൂലി കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഇതാ, ഇതില്ലാതെ വരാൻ രാത്രി ഹയാത്താക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ 15 രാത്രികളെ ഹയാത്താക്കുക. 13 15 ആയി. ഞാൻ പറഞ്ഞ 6 എന്ത്? 6 റമളാനില് അല്ലേ? ശരി. മുഹറം ആദ്യത്തെ രാത്രി 7, ആശുറാന്റെ രാത്രി 8, റജബിന്റെ ആദ്യത്തെ രാത്രി 9, റജബ് 25 രാത്രി 10, ശഅബാൻ 15 രാത്രി 11, പിന്നെ അറഫയുടെ രാത്രി 12, ചെറിയ നാൾ രാത്രി 13, വലിയ നാൾ രാത്രി 14, പിന്നെ
ജുമുഅ രാത്രി. അത് കുറച്ച് എണ്ണം കൂടുതലുണ്ടാവും. ഉപ്പ് പറഞ്ഞതേ ഉള്ളൂ, എണ്ണം കുറച്ച് കൂടുതലുണ്ടാവും. ഇയാൾ പരിഗണിച്ച അത്ഫളു എങ്ങനെ? തഹജ്ജുദ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല, എന്നാലാകട്ടെ തഅലീമിന് വേണ്ടി അങ്ങനെ ചെയ്യാം. ചെയ്യാം. തഅലീമിന് വേണ്ടി അങ്ങനെ ചെയ്യാം. തഅലീമിന് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. തഅലീമിന് വേണ്ടി അങ്ങനെ ചെയ്യാം. തഅലീമിന് വേണ്ടി അങ്ങനെ ചെയ്യാം. വിരോധമില്ല. ഉദാഹരണം ഏതുപോലെ ഖാസായി നിസ്കരിക്കുക. ലയാലുൽ ഫാളിലെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ വിത്ർ ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടായി നിസ്കരിക്കുന്നുണ്ട്. ഒന്ന് ലയാലുൽ ഫാളിലെയാണ്, പ്രധാനപ്പെട്ട രാത്രിയാണ്. മനസ്സിലായില്ല? നമ്മൾ തറാവി നിസ്കരിച്ചാൽ എന്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ. തറാവിയിൽ ജമാഅത്ത് സുന്നത്ത് ഉണ്ട്, എന്നാൽ അത്ര ശക്തിയായ സുന്നത്ത് എന്തിലില്ല? വിത്തറിലില്ല. വിത്തർ ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ലയാലുൽ ഫാളിലെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിത്തർ കൂട്ടായി നിസ്കരിക്കണമില്ല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, എന്താ മേപ്പെട്ട് നോക്കിയിരിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ ആകെ ജമാഅത്തായി വിത്തർ നിസ്കരിക്കുന്ന എന്നിന് മാത്രമാണ്? റമദാനിൽ മാത്രമാണല്ലോ. ബാക്കിയുള്ള കാലത്ത് വിത്തറില്ലേ? ഉണ്ട്. എന്തില്ല? ജമാഅത്തില്ല. ജമാഅത്ത് അതിൽ സുന്നത്തുണ്ടെങ്കിൽ എല്ലാ കാലത്തും മുഅ്മിനീങ്ങൾ ചെയ്യുമല്ലോ, ഏതെങ്കിലും ഒരു പള്ളി ചെയ്യുമല്ലോ. അതിൽ അങ്ങനത്തെ ജമാഅത്ത് സുന്നത്തില്ല. എന്നാലോ ചില പ്രത്യേകതകൾ പരിഗണിച്ച് ചെയ്യാം. ഉദാഹരണം ഏതുപോലെ? നമ്മൾ ജമാഅത്തായാലേ നിസ്കരിക്കുള്ളൂ. അവനോടുകൂടെ അവളും നിസ്കരിച്ചാൽ ആ പൊരയിൽ റഹ്മത്തുണ്ടാവും. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണുള്ള പൊരയിൽ വലിയ ബർക്കത്തുണ്ടാവും. ഏതാണ് ആ പെണ്ണ്? ഖാമത്ത് മിനൽ ലൈലി. രാത്രി കഴിഞ്ഞാൽ, പാതിരാത്രി കഴിഞ്ഞാൽ ആ പെണ്ണ് എണീക്കും. ഫയഖലത്ത് സൗജഹ, ഭർത്താവിനെ വിളിച്ചുണർത്തും. അവൻ എണീക്കണില്ലെങ്കിൽ അവന്റെ മുഖത്തേക്ക് വെള്ളട്ട് കൊടയും. എണീക്ക് മനുഷ്യ അവിടുന്ന് പറഞ്ഞിട്ട് അവിടെ എണീപ്പിക്കും. എന്നിട്ട് അവൻ നിസ്കരിക്കും. അവനോട് കൂടെ അവൾ നിസ്കരിക്കും. ആ പൊരയിൽ റഹ്മത്തുണ്ടാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ രണ്ടാൾക്കും കൂടി തന്നെ കൂടെ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് രണ്ടാൾ കൂടി നിസ്കരിച്ച് നമ്മൾ ജമാഅത്തായാലേ എന്താവുള്ളൂ? നിസ്കരിക്കുള്ളൂ. എങ്കിൽ ഒരു വിരോധമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പക്ഷേ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ് അതെല്ലാം. ഒരു തഅലീമിന് വേണ്ടിയോ ഒരു പ്രത്യേക ഖൈറിന് വേണ്ടിയോ ഒക്കെ ചെയ്യാം എന്ന് മാത്രം. അപ്പോഴേ അവൾ നിസ്കരിക്കുള്ളൂ. അപ്പോൾ ഒന്ന് കൂട്ടി. അതിലെ ഏറ്റവും വലിയ ബർക്കത്തും അതാണ്. പൊരയിലും തഹജ്ജുദ് നിസ്കരിക്കുക, ഭാര്യയും ഭർത്താവും. എന്നിട്ട് ദ്വാരക്കുക. അല്ലാഹു കെട്ട് പൊട്ടിച്ചു തരും, എല്ലാ പ്രയാസം പൊട്ടിച്ചു തരും. ഭാര്യയും ഭർത്താവും തഹജ്ജുദ് നിസ്കരിക്കുക. അതെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക അവർക്ക് നിങ്ങളുണ്ടായാലേ ഭാര്യ നിസ്കരിക്കുള്ളൂ എന്ന് വെക്കുക. എങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ കൂടെ നിസ്കരിക്കാം. അവൾ അവനോട് കൂടെയും നിസ്കരിച്ചാൽ എന്ന ഹദീസിൽ കാണാം. എന്നാൽ ജമാഅത്ത് സുന്നത്തായ നിസ്കാരം അല്ല വിത്ർ. അതൊറ്റക്ക് നിസ്കരിക്കേണ്ടതാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യാം, വിരോധമല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ആര്യം പറഞ്ഞതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഈ 15 രാത്രികളും ഹയാത്താക്കുക. എന്നാൽ ദുആ ചെയ്താൽ വലിയ കൂലി കിട്ടും. മാലം യദ്ഉ ഇല്ലാ ബിമാ ശാഅ ഇല്ലാ അൻ യദ്ഉ ഫീ മഅസിയത്തിൻ. കുറ്റം കൊണ്ട് ദുആർക്കാതിരുന്നാൽ മതി. ഏത് ഖൈർ ദുആർന്നാലും അള്ളാഹു തആല കൂലി തരും എന്ന് ചെയ്യേണ്ട സമയങ്ങളൊക്കെ പ്രധാനമായി പരിഗണിക്കുക, അത് ചെയ്യുക. അപ്പോൾ ആ 15 രാത്രി ഒന്നും കൂടെ പറയും, ഒറ്റയടിക്ക് വേഗം പറയും. ഒന്ന് റമളാനിലെ 6 ഏതൊക്കെയാ? 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. മനസ്സിലായില്ലേ? പിന്നെ 17 രാവ്. 17 രാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് പറഞ്ഞത്? 17 രാവിൻ്റെ പ്രത്യേകതയാണ് യൗമുൽ ഫുർഖാൻ എന്നും യൗമുൽ തഖൽ ജംആൻ എന്നും ഖുർആനിൽ പറഞ്ഞ രാത്രി പ്രഭാതം അതിന് നേരെ പിറ്റേ പ്രഭാതമാണ് എന്നതുകൊണ്ട് അള്ളാന്റെ ഹബീബ് ആ രാത്രിയാണ് ഏറ്റവും ശക്തമായ ദ്വാർന്നത്. ഈ സമുദായത്തെ ഇന്ന് ഈ സഹായിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഈ ഭൂമിയത്തിൽ ആരാധിക്കാൻ ആളുണ്ടാവില്ല എന്ന് റസൂൽ ദ്വാർന്നത് ഈ 17 രാത്രിയാണ്. റമളാൻ 17 രാത്രിയാണ്. പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം ഖുർആൻ ഇറങ്ങിയത് 17 രാത്രിയാണ്. അന്ന് ലൈലത്തുൽ ഖദ്റാണെന്ന് പോലും അഭിപ്രായമുണ്ട്. അതാണ് 6. പിന്നെ മുഹറം ആദ്യത്തത്, പിന്നെ ആശുറ, പിന്നെ റജബ് ആദ്യത്ത്, പിന്നെ റജബ് 27 രാവ്. അതിലൊരു പ്രത്യേകമായ നിസ്കാരം സ്വലാത്തുൽ ഹാജത്ത്, ആവശ്യം നിർവഹിച്ച് കിട്ടാനുള്ള നിസ്കാരം. അത് എങ്ങനെ? 12 റക്അത്ത്, ഒരു ഫാത്തിഹ
ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 100, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, സ്വലാത്ത് 100 എന്ന് ദ്വാർക്കുക. എന്ത് ദ്വാർക്കുക? ഇപ്പം എത്രയായി? 10. പിന്നെ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിലെ 15ൻ്റെ രാവ് അഥവാ ബറാത്തിൻ്റെ രാവ് 11. പിന്നെ ലൈലത്തു അറഫ 12. പിന്നെ ലൈലത്തു ഈദുൽ അദ്ഹ, ലൈലത്തു ഈദുൽ ഫിത്ർ 14. പിന്നെ ലൈലത്തുൽ ജുമുഅ. എല്ലാം അത് കുറച്ച് എണ്ണം കൂടും. അതാണ് പറഞ്ഞത്. അല്ലാഹു തആല ഇതൊക്കെ പരിഗണിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഒന്ന് പരിഗണിക്കുക. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്നും മറ്റിന്നൊക്കെ മാറി നിന്നിട്ട് ഒക്കെ അള്ളാഹുവിലേക്ക് അവനവനൊക്കെ ഒന്ന് മടങ്ങിപ്പോവുക. നമുക്കൊക്കെ ഇവിടുന്ന് പോകാനുള്ള സമയമൊക്കെ എല്ലാവർക്കും ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവരും ആലോചിക്കുക. നമ്മൾ ഈ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് തന്നെ എത്ര ആളുകൾ മരിച്ചുപോയി. അവരൊക്കെ അവസ്ഥ ഇപ്പം എന്തായിരിക്കുമോ? അള്ളാഹു തആല അവരൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നാളെ നമ്മളെന്താവും അതൊക്കെ നമ്മൾ ആലോചിക്കുക. എല്ലാവരും എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഒക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. അത് വലിയ ഫضലുള്ള സ്വലാത്താണ്. കുറച്ച് എണ്ണം ചൊല്ലുക. അതിൽ വലിയ ഫضലുണ്ട്, വലിയ ഖൈറുണ്ട്. ഇന്നല്ലാഹ മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പകൽ ഒരു വട്ടവും രാത്രി ഒരു വട്ടവും ചൊല്ലുക. അത് വലിയ ഫضലുണ്ടാവും. അതേപോലെ തന്നെ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, ഏത് വഴിക്ക് പുറത്തിറങ്ങുകയാണെങ്കിലും ഒരു വട്ടം ചൊല്ലുക. യാത്രക്ക് പോവുകയാണെങ്കിൽ 50 വട്ടം ചൊല്ലുക. ലഖദ് ജാഅക്കും റസൂൽ. ഒരു ദീർഘമായ യാത്ര പോവുകയാണ് എങ്കിൽ പുറേന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, വണ്ടി കയറി ചെല്ലിയാൽ മതി, വണ്ടിയുടെ ദിക്ക് ചെല്ലിയാൽ മതി. ലഖദ് ചുരുങ്ങിയത് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് നിർബന്ധം ചെല്ലിയിരിക്കണം. മനസ്സിലായില്ലേ? ലഖദ് ജാഅക്കും റസൂൽ മിൻ പേടിക്കണം. ഇന്നത്തെ ഫ്ലൈറ്റ് ഒന്നും പരിശോധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ആഴ്ചയും കൊഞ്ഞാടിയിട്ടുണ്ട് അല്ലേ? ഈ ആഴ്ച കൊഞ്ഞാടിയിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഒന്ന് നേപ്പാളിൽ കൊഞ്ഞാടിയത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയാണ് പഴയ കാലത്ത് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനൊരു സുരക്ഷിതത. ഇന്ന് അതിലൊന്നും ഒരു സുരക്ഷിതല്ല. എപ്പോഴും എന്ത് പൊഞ്ഞാടാ. ഇന്ന് മനുഷ്യനിപ്പോൾ എന്നൊരു വിഷയവും അല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഇൽ ഖതീആത്ത് വതഖ്ലി ലനാ ബിഹാ ജമീഇൽ ഹാജാത്ത് وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അല്ലാഹുവേ പടച്ചോനെ റഹ്മാനെ, ഞങ്ങൾക്കൊക്കെ നീ സ്വർഗം തരണമേ റബ്ബേ. നരകത്തിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം പടച്ചോനെ. നരകത്തിനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ആയുസ്സുകൾ നിന്റെ പൊരുത്തത്തിലായി നടത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. നീ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. നീ ഇഷ്ടപ്പെടാത്ത തെമ്മാടികളെ തൊട്ട് നീ ഞങ്ങളെ ഒഴിവാക്കണം പടച്ചോനെ. ഉള്ള കാലം നല്ലതിന് ചെലവഴിക്കാൻ തൗഫീഖ് തരണം റബ്ബേ. ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഞങ്ങളെ ഉമ്മച്ചിക്ക് നീ പൊറത്തു കൊടുക്കണം പടച്ചോനെ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പാക്ക് പൊറത്തു കൊടുക്കണം റബ്ബേ. പിന്നെ ഞങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊക്കെ കൂടെ നിന്ന് തരുന്ന ഞങ്ങളെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികളെ നീ സാലിഹാക്കി തരണം റബ്ബേ. പടച്ചോനെ, അവർക്ക് നീ വലിയ ഖൈറ് കൊടുക്കണം റബ്ബേ. അവർ ദുനിയാവിൽ നല്ല വിവരമുള്ളവരും ആഖിറത്തിനെ കുറിച്ച് ബോധമുള്ളവരും അമല് ചെയ്യുന്നവരും നിന്റെ പൊരുത്തം വാങ്ങുന്നവരുമായി ഞങ്ങളെ കുട്ടികൾ പൊട്ടന്മാരായി പോകരുത് പടച്ചോനെ. ദുനിയാവിൽ അവർ പൊട്ടന്മാരാകരുത്, ആഖിറത്തിൽ അവർ പരാജയപ്പെട്ടവരും ആകരുത്. രണ്ട് നിലക്കും ദുനിയാവിലെ നല്ല വിദ്യാഭ്യാസം അവർക്ക് വേണം. ഏത് ഇംഗ്ലീഷുകാരൻ്റെ മുന്നിലും എണീറ്റ് നിൽക്കാനുള്ള വിദ്യാഭ്യാസം അവർക്ക് വേണം. ആഖിറത്തിൽ അവർക്ക് നല്ല ദർജയും വേണം. അതിനനുസരിച്ച് ഞങ്ങളെ കുട്ടികൾ നന്നാക്കി തരണം. അനുസരണമില്ലാത്ത അച്ചടക്കമില്ലാത്ത സമുദായത്തിനെ പറയിപ്പിക്കുന്ന ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ ഞങ്ങളെ മുതുകിൽ നിന്നുണ്ടാകരുത് പടച്ചോനെ. നീ ഞങ്ങളെ കാക്കണം റബ്ബേ. ഞങ്ങളെ സമുദായത്തിന് ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒരു ഒത്തൊരുമ തരണം പടച്ചോനെ. പേച്ചവർക്കൊക്കെ പേച്ചത് പേച്ച് ഇനിയില്ല, നന്നാകണമെന്നൊരു ബോധം പേച്ചവർക്ക് കൊടുക്കണമേ തമ്പുരാൻ. പിഴക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. സുന്നത്യമായത്തിനെ വിജയിപ്പിക്കണം റബ്ബേ. സമസ്ത കേരളമയത്തുമേ വിജയിപ്പിക്കണം റബ്ബേ. എൻ്റെ ആലിമ്യങ്ങളൊക്കെ ഖൈറിൻ്റെ അകലുകാരാകണം റബ്ബേ. അതിന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ പ്രത്യേകം ഓഫറത്ത് കൊടുക്കണം പഠിച്ചോനെ. നിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ അവരെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം പഠിച്ചോനെ. ഞങ്ങളെ സയ്യിദന്മാരൊക്കെ നല്ലവരാകണം റബ്ബേ. ഞങ്ങളെക്കാൾ നല്ലവർ ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകണമേ റബ്ബേ. ഞങ്ങളെക്കാൾ മോശപ്പെട്ടവർ നയിച്ചിട്ട് ഞങ്ങൾ വഷളായി പോകരുത് പഠിച്ചോനെ. എൻ്റെ വീട്ടിലും അവനെ നിർഭയനായി വസിക്കണം, നീ സഹായിക്കണമേ പഠിച്ചോനെ. ഇരുട്ടിൻ്റെ മറവിൽ പതിയിരിക്കുന്ന ശത്രുക്കാലെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമേ പഠിച്ചോനെ. ഇനി ഒരു മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലാനും ആർക്കും തോന്നരുത് പഠിച്ചോനെ. തമ്മാടികളെ പരാജയപ്പെടുത്തണം പഠിച്ചോനെ, സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തണം.
നന്മ കാംക്ഷിക്കുന്നവർ, സമാധാനം കാംക്ഷിക്കുന്നവർ, അത് ഏത് ജാതിയാണെങ്കിലും അവരെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. അക്രമികൾ ഏത് ജാതിയിലാണെങ്കിലും അവരെ പരാജയപ്പെടുത്തണം പഠിച്ചു. മുസ്ലിം ഉമ്മത്തിന് ഖൈർ നൽകണമേ റബ്ബേ. ഹറമൈനി ഷരീഫിനെ സംരക്ഷിക്കണമേ പഠിച്ചു. ഞങ്ങളെ കുടുംബത്തിൽ ഐശ്വര്യം തരണം റബ്ബേ. ഞങ്ങളെ കച്ചവടത്തിൽ വിജയം തരണം റബ്ബേ. ഏർപ്പാടിൽ റഹ്മത്ത് ചെയ്യണം റബ്ബേ. ഞങ്ങളുടെ കൃഷിയിലൊക്കെ വർധനവ് തരണം റബ്ബേ. ഞങ്ങൾക്ക് വലിയ മുതലാളിയാകണമെന്നൊന്നുമില്ല, പക്ഷെ അല്ലലില്ലാത്ത ഒരു വഷളത്തരമില്ലാത്ത ഒരു ജീവിതം തരണം റബ്ബേ. കടമുള്ളതും വീട്ടിൽ തരണം പഠിച്ചോനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഖിന അദാബന്നാർ വഖിന അദാബന്നാർ തവഫന മുസ്ലിമീന വൽഹഖ്ന ബിസ്സാലിഹീൻ. ഞങ്ങളെ ക്ലാസ്സിൽ പങ്കെടുത്ത് മരിച്ചു പോയ ഏത് കാലത്തെ മനുഷ്യന്മാർക്കും പ്രത്യേക പുറത്ത് കൊടുത്ത് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. തവഫന മുസ്ലിമീന വൽഹഖ്ന ബിസ്സാലിഹീൻ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി